ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് 20 മിനിറ്റിൽ ഒരു ചിക്കൻ പെരളനാണ്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 സവാള ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ സവാള വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അടുത്തായി നമുക്ക് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തായി ചെറിയ കഷ്ണം ഇഞ്ചി സ്ലൈസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അടുത്തായി ഒരു 3 പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാവേ. അടുത്തായി നമുക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നന്നായിട്ട് നമുക്കൊന്ന് തിരുമിയെടുക്കണം. അടുത്തതായി നമുക്ക് നമ്മുടെ തിരുമി വെച്ചിരിക്കുന്ന ചിക്കൻ അത് നമുക്ക് എണ്ണയിലൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തായി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അടുത്തത് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം. നമ്മുടെ ചിക്കൻ ഏറെക്കുറെ വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാം.
ചിക്കൻ പെരളൻ ഇവിടെ റെഡിയായിരിക്കുകയാണ്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ 20 മിനിറ്റിൽ നമ്മൾ ചിക്കൻ പെരളൻ നമ്മൾ റെഡിയായിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും വീടുകളിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.